നമസ്കാരം, ഞാൻ മൃണാൾ. അപ്പോൾ വണ്ടിയെടുത്ത് ഓഫ് റോഡിങ്ങിന് പോവല്ലേ. പല സംഭവങ്ങളും വണ്ടിയെടുത്ത് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്കോട്ട്ലൻഡിലൊക്കെ മലയൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഓഫ് റോഡിങ് ഐറ്റം. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഞാനും ഇതിലത്ര സക്സസ്ഫുൾ ഒന്നുമല്ല. ഇത് UAE എന്നുള്ളൊരു കാഴ്ചയാണ്. ഈ കയറി പോകുന്ന ഒരു ജീപ്പ് റാംഗ്ലറാണ്. എൻ്റെ പുറകിൽ ഒരു ടൊയോട്ടയാണുള്ളത്. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു ലീഡറാണ് വേണ്ടത്. ആ ലീഡറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നത്. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഗുരുസ്വാമി എന്നൊക്കെ പറയുന്ന പോലെ വളരെ പെയിൻ എടുത്ത് പ്രിപ്പറേഷൻസ് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ലീഡേഴ്സ് ആവുക. ഈ കാണുന്ന ഗ്രൂപ്പിന്റെ ലീഡർ എൻ്റെ ഫ്രണ്ട് ആസിം മുഹമ്മദ് ആണ്. അദ്ദേഹവും അതുപോലെ ഓഫ് റോഡിങ് വളരെ സീരിയസ് ആയി എടുക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം, വണ്ടികൾ ബേസിക് കേപ്പബിലിറ്റിയുള്ള വണ്ടികളായാൽ മതി, പക്ഷേ അതിലൊരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. ഇതുപോലൊരു കാര്യം ചെയ്യുന്ന ഈ വരുന്ന വണ്ടി ഇതൊരു ടൊയോട്ട FJ ക്രൂയിസറാണ്. ഈ വണ്ടിയുടെ വില 2 ലക്ഷം ദിർഹത്തിന് താഴെയാണ്. അതുപോലെ ഈ കിടക്കുന്ന റാംഗ്ലർ ഇതിന്റെ അവസ്ഥ തന്നെയാണ്. പക്ഷെ ഇതിലൊക്കെ ആ വണ്ടിയുടെ വിലയ്ക്ക് മുകളിൽ വിലയുള്ള കിറ്റുകൾ കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റോക്ക് വണ്ടി എടുത്തിട്ടല്ല സീരിയസ് ആയിട്ട് ആരും ഓഫ് റോഡിങ് ചെയ്യുക. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ഇത് ചെയ്തു നോക്കിയാൽ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമ്മുടെ നാട്ടില് ഇതുപോലുള്ള ഒരു വളരെ സിമ്പിൾ ഓഫ് റോഡിങ്, ഇതിപ്പോ ഒരു സ്വിഫ്റ്റ് എടുത്ത് വേണേ പോവാ അല്ലേ, വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില പാറകൾ കണ്ടോ വരും, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാനുണ്ടാവും. ഇതിപ്പോ റാംഗ്ലർ ആയതുകൊണ്ടാണ് ധൈര്യത്തിൽ കയറി പോകാൻ പറ്റിയത്. ഈ പാറകൾ കണ്ടോ, ഇത് ഏത് വണ്ടി ആയാലും പറ്റും പറ്റാതിരിക്കും, അത് വേറെ വിഷയം. പക്ഷെ വണ്ടി തരുന്ന ഒരു കോൺഫിഡൻസ് വേറെയാണ്. അത് ഗ്ലോസ്റ്റർ പോലുള്ളൊരു വണ്ടി, അല്ലെങ്കിൽ ആ സെഗ്മെന്റ് ഉള്ളൊരു വണ്ടി, അതല്ലെങ്കിൽ ഒരു BMW X5 അല്ലെങ്കിൽ ഒരു മെഴ്സിഡീസ് GLE, നമുക്ക് ഈ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് അല്ല വണ്ടി തരിക. നോക്ക്, ഇങ്ങനെയല്ല അത് നമ്മൾ ഉപയോഗിക്കുക. ഓരോ വണ്ടിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ ഡ്രൈവർ അതിനനുസരിച്ചാണ്. ഇപ്പൊ ഇദ്ദേഹം ആ വണ്ടി വാങ്ങിച്ചത്, ഇതും ആസിഫ് മുഹമ്മദിന്റെ തന്നെ വണ്ടിയാണ്, ഇന്ത്യയിലുള്ള വണ്ടിയാണ്. ഇദ്ദേഹം ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പറ്റിയ വണ്ടിയാണത്. അപ്പൊ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, ഒന്നും ആലോചിക്കാറില്ല, നിങ്ങൾക്ക് പറ്റിയ സാധനമാണ്, ധൈര്യത്തിൽ മേടിച്ചത്. ഇപ്പൊ ഈ വരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിൽ സൈഡിൽ കണ്ടോ കുറച്ച് ചെടികൾ. ആ ചെടികൾ ആ വണ്ടിയിൽ ഒരയും. ഒരു സാധാരണ ഇപ്പൊ ടാറ്റ സഫാരി, പുതിയതായിട്ടുള്ള ടാറ്റ സഫാരി കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ സാധാരണ മനുഷ്യന് അത് സൈഡിൽ ഒരയുമ്പോൾ അതിൽ കാണുന്ന സ്ക്രാച്ചുകൾ ഭയങ്കര മനോവേദന ഉണ്ടാക്കും. അതെങ്ങനെയാണ്? കാരണം ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആ വണ്ടി മേടിക്കുന്നത്. അപ്പൊ 20 ലക്ഷം രൂപയുടെ ടാറ്റ സഫാരിയിൽ ചെറിയൊരു സ്ക്രാച്ചും ചെറിയൊരു പൊട്ടും പൊടിയും കാണുമ്പോൾ വിഷമിക്കുന്ന ഒരാള് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് പോവുമോ? ഞാനിപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമന്റ് ചെയ്യുന്ന കുറേ പിള്ളേരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചു. അവരാരും അങ്ങനെ ഒരു വണ്ടി പൊതുവെ ഓടിച്ചു നോക്കിയിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഓൺ ചെയ്തിട്ടില്ല. പേഴ്സണലി ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു ഗ്രാൻഡ് ചെറോക്കി ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ ആ വണ്ടി എടുത്തിട്ട് പോകുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്, റോഡ്. റോഡല്ലാതെ വേറെ എവിടെയും പോവില്ല. അതാണ് അതിന്റെ സത്യം. ഗുരുവായൂർ വരെ പോകാം. അപ്പൊ അതിന് ഈ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെ സോഫയിൽ ഇരിക്കുന്ന പോലെ ഗുരുവായൂർ വരെ പോയിട്ട് വരാം. അതൊക്കെയാണ് നമ്മൾ ആക്ച്വൽ ജീവിതത്തിൽ ഉപയോഗിക്കുക. അല്ലാണ്ട് ഇതെടുത്ത് നമ്മൾ മല കയറാനോ അല്ലെങ്കിൽ മഞ്ഞിലൂടെ പോവാനോ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ല. വണ്ടി നമ്മൾ മേടിച്ചിട്ട് 3, 4, 5 കൊല്ലമായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക. ഇതിന്റെ ഇടയിൽ ഐ ഡോണ്ട് തിങ്ക് സോ ഒരു പുഴ മുറിച്ച് കിടക്കാൻ ഈ വണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നോ? ഫോർ ദാറ്റ് മാറ്റർ റേഞ്ച് റോവർ, അതായത് പ്രോപ്പർ വെള്ളത്തിലൂടെ പോകാനുള്ള കപ്പാസിറ്റിയുള്ള റേഞ്ച് റോവർ വോഗ് തന്നെ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വൽ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ ആ വണ്ടി കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കാന്നാണ്. അതാണ് പ്രയോജനകരമായ കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിയായാലും ഏത് വണ്ടിയായാലും വെറുതെ അതിനെക്കുറിച്ച് കമന്റ് പറയുന്ന ആളുകളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ആ വണ്ടി വാങ്ങാൻ കൺസിഡർ ചെയ്യുന്ന ഒരാൾ. ഇപ്പൊ ഈ സീറ്റ് മെമ്മറി ഫംഗ്ഷൻ, 2 മെമ്മറി ഉണ്ട്, അത് യൂസ്ഫുൾ ആണ് ജീവിതത്തിൽ. മിറേഴ്സ്, അതിന്റെ സൈഡിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനുള്ള ഫംഗ്ഷൻ, ഇങ്ങനെ ആക്ച്വൽ ജീവിതമായിട്ട് ബന്ധമുള്ള
പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ കേൾക്കുന്നത്. എന്നോട് കുറച്ച് പേര് പറയാണ് ഈ വണ്ടി ഇന്റർനെറ്റ് ബേസ്ഡ് ആണ്. ഇന്റർനെറ്റ് കണക്ഷൻ കട്ടായാൽ വണ്ടി വർക്ക് ചെയ്യില്ല. വണ്ടിയിൽ ആകെ വർക്ക് ചെയ്യാതിരിക്കുക ഈ ഗാന പോലുള്ള ആപ്പുകളാണ്. അല്ലാതെ അതിന്റെ ഗിയർ ബോക്സ് വർക്ക് ചെയ്യും, അതിന്റെ പാഡൽ ഷിഫ്റ്റ് വർക്ക് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യും. ഈ ടെമ്പറേച്ചർ ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും. ഇന്റർനെറ്റ് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. നമുക്ക് എയർ കണ്ടീഷനിങ്ങിന്റെ കാര്യം പറയാം. വണ്ടിയിൽ പുറകിലും പ്രോപ്പർ എയർ കണ്ടീഷനിങ് ഉണ്ട്. സീറ്റ് ഹീറ്റഡ് ആണ്, കൂൾഡ് ആണ്, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊക്കെയല്ലേ വേണ്ടത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ഒരു താല്പര്യം മുൻനിർത്തി വെറുതെ അറ്റാക്ക് ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോ ഇദ്ദേഹം തുറക്കുന്ന സംഭവം കണ്ടോ, അത് ചാർജിങ് പോയിന്റ് ആണ്. ഇനി ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഇത് MGയുടെ ഡീലർഷിപ്പിലുള്ള സംഭവമാണ്. ഏത് ഇലക്ട്രിക് വെഹിക്കിളും അവിടെ പോയാൽ ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്യാം. പക്ഷെ ആ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ് ടാറ്റയുടെയാണ്. ചുരുക്കി പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനികൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ടാറ്റ MG തമ്മിൽ പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കോ? ഒന്നുകൂടെ പ്രയോജനമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വന്ന സ്പേസ്, തേർഡ് റോ സീറ്റിംഗ് നോക്കൂ, എത്ര വലിയ വണ്ടിയാ. അതുപോലെ ഇനി പറയാനുള്ളത് ഫീച്ചേഴ്സാണ്. വണ്ടി നമ്മൾ നോക്കിയാൽ വെഹിക്കിൾ സെറ്റിങ്സിൽ ഇപ്പോൾ ലാമ്പ്, കുറേ സംഭവങ്ങൾ ഇങ്ങനെ കിടക്കുക. അതായത് വണ്ടി കണ്ടുപിടിക്കാൻ ഫ്ലാഷ് ചെയ്ത് ബേളം വെച്ച് വണ്ടി പറഞ്ഞു തരും നമ്മൾ എവിടെയാണ് ഉള്ളത്. ഫൈൻഡ് മൈ കാറിൽ ഫോളോ മീ ഹോം. ഫോളോ മീ ഹോം എത്ര നേരം, അതായത് വണ്ടി നമ്മൾ കൊണ്ട് നിർത്തിയിട്ട് എത്ര നേരം ഹെഡ് ലാമ്പ് വേണം. ഗാരാജിൽ കൊണ്ട് നിർത്തിയാൽ, പാർക്കിങ്ങിൽ കൊണ്ട് നിർത്തിയാൽ കുറച്ച് നേരം ലൈറ്റ് കത്തി കിടന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാമല്ലോ, അതൊരു തനിയെ ഓഫ് ആയിക്കോളും. സീറ്റ് മെമ്മറി, സീറ്റ് പുറകിലോട്ട് പോകും. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കയറി വന്ന് സീറ്റിനകത്ത് വണ്ടി ലോക്ക് ചെയ്ത് പുറത്ത് പോയി വണ്ടി ഇനി ഓടിക്കേണ്ട സമയത്ത് നമ്മൾ കയറി വന്ന് സീറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ആംബിയൻ ലൈറ്റ് ഇപ്പോൾ ഈ കളറിലാണ്. ഇത് ഏത് കളറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നീലയായി, റെഡ് മുതൽ പിങ്ക്, ഇത് ഏഷ്യൻ പെയിൻസിൻ്റെ മറ്റേ 12,000 ഷെയ്ഡ്, 1200 ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ഏതിലും കൊണ്ടുപോയേക്കാം. ഇനി ഓരോ ടയറിൻ്റെയും പ്രഷർ എത്രയാണ്, ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. കാരണം ഒരു ടയർ പഞ്ചറാണോ എന്ന് വണ്ടിയുടെ പുറത്തിറങ്ങി നോക്കണ്ട. ഒരു ആക്സിഡൻറ്റിലേക്ക് വണ്ടി പോകുന്നുണ്ടെങ്കിൽ വണ്ടി മുൻകൂട്ടി നമ്മളോട് പറയും. ലെയിൻ ഡിപ്പാച്ചർ വാണിംഗ്, അതായത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേ ബി ഉറങ്ങിപ്പോയി എന്ന് ഇരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വണ്ടി തനിയെ റോഡ് ചെയ്ത് മെല്ലെ പുറത്തേക്ക് പോയോ ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്ക് മാറുകയോ ചെയ്യുന്നുണ്ട്, വണ്ടി നമ്മളോട് പറഞ്ഞു തരും. ബ്ലൈൻഡ് സോൺ ഡിറ്റക്ഷൻ, ഇതിലെ ഫീച്ചേഴ്സ് പറഞ്ഞ് നമ്മൾ ബോറടിക്കുക എന്നല്ലാതെ വണ്ടിക്ക് ബോറടിക്കൂല. വണ്ടി പിന്നെയും ഫീച്ചേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഈ 360 ഡിഗ്രി ക്യാമറ തന്നെ ശരിക്കും 360 റെക്കോർഡിംഗ് വേണ്ടി ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്ന തോന്നുന്നത് ആ ഫുട്ടേജ് വെച്ചിട്ട്. ഒരുപാട് സ്പേസ് വണ്ടിയിൽ വേണ്ട ഒരാൾക്ക്, ഡ്രൈവർ ഉള്ള ഒരാൾക്ക്, ആ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് ഒരു കിടിലം വണ്ടിയായിരിക്കും.